നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഓലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മളതിൽ കുമ്പളങ്ങ, മത്തങ്ങ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില, അത് പ്രഷർ കുക്കറിൽ വെച്ച് 2 വിസിൽ ആവണ വരെ വേവിക്കുക. അതിന് ശേഷം ഇതൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഉടയ്ക്കുക. നല്ല രീതിക്ക് ഉടച്ചൊരു ഇതൊരു കറി രൂപത്തിൽ നിന്ന് ഒന്നും കൂടി നല്ലതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി വേണമെങ്കിൽ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇളക്കി അതൊന്നും കൂടി നമ്മളതിനെ ഉടച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു കറിയായിട്ടുള്ള രീതി കുറച്ചും കൂടി ചാറ് രൂപത്തിലായിരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണിച്ചാലും എടുക്കാവുന്നതാണ്. അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായിട്ടുള്ള ഓലൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ താങ്ക് യു ഗൈസ്.